എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മടക്കി ചപ്പാത്തിയിൽക്ക് വെള്ള മുട്ടക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും കസകസൊന്നും ഇല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ മടക്കി ചപ്പാത്തിയുടെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 6 കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി പുഴുങ്ങി മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 സവാളയാണ്. സവാള അരിഞ്ഞെടുത്തിട്ട് വലിയതല്ല കേട്ടോ, മീഡിയം സൈസിലുള്ള 2 സവാള. അത് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ കുറവ് മതി കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് ചേർക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സവാള ഇട്ടിട്ട് ഞാനിത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. അത് ചെറുതായതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വഴറ്റി അരക്കാനായിട്ട് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വെക്കുക. അങ്ങനെ ബ്രൗൺ നിറമായി വരരുതിട്ട് ഒന്ന് വഴന്നാൽ മൂടി വെച്ചതിൻ്റെ ശേഷം അത് ആവിയിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാലും മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചൊവ ഒന്ന് മാറിക്കോട്ടെ. ഇനി അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രൗൺ കളർ ആവാതെ നോക്കണം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അരയാതെ കിടക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ച കോഴിമുട്ടയല്ലേ അതൊന്ന് എടുത്തിട്ട് തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. എല്ലാം ഇതേപോലെ വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് അരപ്പ് നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര വെള്ളം മതി കേട്ടോ. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊന്നങ്ങനെ ക്രഷാക്കിയ രീതിയിലാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായി പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. കോഴിമുട്ട ഇതിൽ കിടന്നിട്ട് ഒരു 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സിം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടത്. പിന്നെ നമ്മൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളക്കരുത്, ഒന്നിങ്ങനെ പതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല കട്ടിക്കുള്ള പാലാണ്. അപ്പോൾ നമുക്കതിൽ ഫ്രഷ് ക്രീമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള വെള്ളക്കറി കിട്ടും കേട്ടോ. അപ്പോൾ മറക്കാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് അത് ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പും കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി വെച്ചാൽ കുറച്ച് കഴിഞ്ഞെടുത്താൽ അടിപൊളി വെള്ളക്കറി റെഡിയാവും കേട്ടോ. തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ. ഒന്ന് പതഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പൊറോട്ടയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ടേസ്റ്റാണ്. മടക്കി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. മറക്കാതെ ഉണ്ടാക്കി നോക്കാം.
കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത് കേട്ടോ. എരിവൊന്നും ഇഷ്ടപ്പെടാത്തവർക്കും എന്നാലോ പച്ചമുളകിൻ്റെയും ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നല്ല രസമാണ്. അപ്പോൾ മറക്കരുത്, ഒരിക്കലെങ്കിലും ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മൾ ബ്രെഡ് ആവി കയറ്റിയിട്ടൊക്കെ ഇതിൽ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.